വനിതാ കമ്മീഷന് മുമ്പാകെ പരാതി ലഭിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഇന്റേണൽ കമ്മിറ്റിക്ക് ഈ നടി പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും തൊഴിലിടങ്ങളിൽ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ തയ്യാറാവുന്നു എന്നുള്ളതും ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് മുമ്പാകെ പരാതി പറയാനുള്ള ആർജവം കാണിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഏത് തൊഴിലിടത്തിലായാലും അവർക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനു വേണ്ടി വിമൻ ഇൻ സിനിമ കളക്റ്റീവിനോടൊപ്പം വനിതാ കമ്മീഷനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ അന്ന് ആ റിട്ട് അപ്പീലിൽ കക്ഷി ചേരുകയും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്റേണൽ കമ്മിറ്റി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ പരാതിപ്പെടുന്നതിനു വേണ്ടി തങ്ങൾക്ക് നേരെയുണ്ടാവുന്ന പ്രശ്നങ്ങൾ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പരാതി പറയാൻ എല്ലാ തൊഴിൽ മേഖലയിൽ നിന്നും സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് മലയാള സിനിമാ രംഗത്ത് അടുത്ത കാലത്തായിട്ട് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള പ്രതികരണശേഷി നമ്മുടെ സഹോദരിമാർ കാട്ടുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് കാണുകയാണ്. വനിതാ കമ്മീഷന്റെ മുമ്പാകെ പരാതി ലഭ്യമായിട്ടില്ല ഇതുവരെ ഞാൻ അന്വേഷിച്ചപ്പോൾ. തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ തലത്തിലേക്ക് ഏത് മേഖലയിലും തങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിയാനും ആ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നതിനു വേണ്ടി സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് സംബന്ധിച്ച അഭിപ്രായം. നടനെതിരെ പരാതി വരുന്നതും ലഹരി കേസുകൾ ഉണ്ടാകുന്നതും ആദ്യത്തെ തവണയല്ല. ആദ്യ തവണകൾ ഈ കേസുകളും പരാതികളും ഉണ്ടായപ്പോൾ വേണ്ടത്ര നടപടി ഉണ്ടാകാത്തല്ല ഇത് വീണ്ടും ആവർത്തിക്കാൻ കാരണം? ഏത് തരത്തിലുള്ള നിയമ ലംഘന പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാലും അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ഇപ്പൊ ജാമ്യം ലഭിക്കുന്നത് സംബന്ധിച്ച് ഉൾപ്പെടെ ആ നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതും തീരുമാനിക്കുന്നതും ഉത്തരവ് പുറപ്പെടുവിക്കുന്നതും കോടതികളാണ്. ഒരു കുറ്റം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ശിക്ഷ പുറപ്പെടുവിക്കാനും നിയമം അനുശാസിക്കുന്നുണ്ട്. ഈ തൊഴിലിടങ്ങളിലെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറ്റങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം തീർച്ചയായും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, യുക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കോടതികൾക്ക് കഴിയും. അത് ഉണ്ടാവണം എന്ന് തന്നെയാണ് സംബന്ധിച്ച അഭിപ്രായം. ലഹരി ഉപയോഗം ഉണ്ടെന്നുള്ള നേരത്തെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട്. ഉചിതമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തോന്നുന്നു. സിനിമാ മേഖലയിൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ വ്യാപകമായിട്ടുള്ള രൂപത്തിൽ പൊതു ഇടങ്ങളിലടക്കം ഈ ലഹരി ഉപയോഗം സംബന്ധിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. റോഡുകളിൽ നിന്നുൾപ്പെടെ, യാത്രാവേളകളിൽ ഉൾപ്പെടെ നിരവധി പേരെ ഈ ലഹരി വസ്തുക്കളുമായിട്ട് പിടിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കർശനമായിട്ടുള്ള നിലപാടിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് വകുപ്പും മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ലഹരിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ അനിവാര്യമാണ്. അതിന് ജനങ്ങളുടേതായിട്ടുള്ള സഹകരണം, പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള ആർജവമുള്ള ഒരു മനസ്സാണ് കേരളീയ സമൂഹത്തിന് അനിവാര്യമായിരിക്കുന്നത്. പരാതി ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ കാര്യം സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന്, എക്സൈസ് വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ പോലീസ് വകുപ്പിൽ നിന്നും ഇത് സംബന്ധിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെടും. IAS ഉദ്യോഗസ്ഥയായ ദിവ്യ അയ്യർക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ അതിന് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു സർക്കാർ ജീവനക്കാരി, അത് ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ, തന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, സഹപ്രവർത്തകനായിട്ടുള്ള ദീർഘകാലം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളിൽ നിന്നുള്ള ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രീതികളെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആ അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് സർക്കാർ സർവീസിൽ നിന്ന് തനിക്കുണ്ടായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു അനുഭവമാണ് അവർ ആ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് അവർ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ
അവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൃത്തികെട്ട രൂപത്തിൽ അധിക്ഷേപിക്കുന്നത് തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവർ അത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി നൽകിയോ എന്നറിയില്ല. തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എങ്ങനെയായിരിക്കണം സ്ത്രീകളോട് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവരെ വളരെ അശ്ലീലകരമായിട്ടുള്ള രൂപത്തിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനും അവരുടെ കുടുംബ ജീവിതത്തിനും അവരുടെ വ്യക്തിത്വത്തിനും ഒക്കെ ഹാനികരമായിട്ടുള്ള രൂപത്തിലുള്ള പരാമർശങ്ങളാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അവർ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായപ്പെടാനുള്ളത്.